വേനൽ ചൂട് സംസ്ഥാനത്തെ ബ്ലഡ് ബാങ്കുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലഡ് ബാങ്കുകളിൽ ഒന്നായ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. അവധിക്കാലമായതിനാൽ സ്കൂളുകളിലും കോളേജുകളിലും രക്തദാന ക്യാമ്പ് നടത്താൻ കഴിയാത്തതും തെരഞ്ഞെടുപ്പും കനത്ത വേനൽ ചൂടും രക്തസംഭരണത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വേനൽ ചൂട് വരുമ്പോൾ പലതരം പ്രതിസന്ധികളാണ് സംജാതമാവുന്നത്. അത് രക്തദാനത്തെയും വലിയൊരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിലാണ്. പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ തന്നെ ഹോസ്പിറ്റൽ സിറ്റിയാണോ, 10ലേറെ ആശുപത്രികളുള്ള ഒരു നഗരമാണ് പെരിന്തൽമണ്ണ. ഏറ്റവും അധികം ബ്ലഡ് ആവശ്യം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് പെരിന്തൽമണ്ണ. ആ പെരിന്തൽമണ്ണയിലെ ബ്ലഡ് ബാങ്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഈ ബ്ലഡ് ബാങ്ക് നേരിടുന്ന പ്രതിസന്ധി ആവശ്യത്തിന് രക്തദാതാക്കളെ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണത് ഒരു പ്രവർത്തനത്തെ ബാധിച്ചതെന്ന് നമുക്ക് ചോദിക്കാം. ഡോക്ടർ അനസ് നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ ഒരു ക്രൈസിസ് ഇപ്പോൾ ഉള്ളത്? നമ്മളെ ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണ കേരളത്തിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ സിറ്റിയായിട്ട് അറിയപ്പെടുന്ന ഒരു നഗരമാണ്. അപ്പോൾ ധാരാളം രോഗികൾ എല്ലാ ദിവസവും സർജറിക്കായിട്ടും പ്രസവത്തിനായിട്ടും ബാക്കി പല ആവശ്യങ്ങൾക്കായിട്ടും പെരിന്തൽമണ്ണയിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ പെരിന്തൽമണ്ണയിൽ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്കുകളിൽ ഒന്നാണ് ജില്ലാശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഈ ബ്ലഡ് ബാങ്ക്. നമുക്കൊരു മാസത്തിൽ ഏകദേശം 1500 യൂണിറ്റോളം രക്തം ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ മുന്നോട്ടല്ല, ഒരു 3-4 മാസം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് സന്നദ്ധ സംഘടനകൾ, കോളേജുകൾ, സ്കൂളുകൾ ഇവരെല്ലാം റെഗുലറായിട്ട് നമുക്ക് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ക്യാമ്പിൽ നിന്ന് ആവറേജ് 40-50 ബ്ലഡ് യൂണിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തിൽ 25-30 വരെ ക്യാമ്പുകൾ നമ്മൾ എല്ലാ മാസവും സംഘടിപ്പിക്കുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇലക്ഷൻ്റെ പ്രശ്നം, നോമ്പിൻ്റെ പ്രശ്നം ഉണ്ടായി, സ്കൂളുകളും കോളേജുകളും വെക്കേഷനിലോട്ട് പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ക്യാമ്പുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. ഒരു 25 ക്യാമ്പിൽ നിന്ന് 3-4 ക്യാമ്പായിട്ട് നമ്മുടെ ക്യാമ്പുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഇവിടെ വരുന്ന രോഗികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം മറ്റേത് ക്യാമ്പ് വഴി നമുക്ക് എപ്പോഴും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിന് കഴിയുന്നില്ല. അപ്പോൾ രോഗികളെല്ലാം അതിൻ്റേതായ ബുദ്ധിമുട്ടിലാണ്. ആളുകൾക്കെല്ലാം രക്തത്തിന് വേണ്ടി ആളുകളെ കണ്ടെത്തേണ്ടി വരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് രോഗികളുണ്ട്. അവർക്കെല്ലാം ഇവിടെ പെരിന്തൽമണ്ണ അറിയപ്പെടുന്ന ആളുകളാരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കെല്ലാം ഇവിടുന്ന് രക്തം അറേഞ്ച് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യം മറികടക്കണം എന്നുണ്ടെങ്കിൽ പഴയ പോലെ വീണ്ടും ക്യാമ്പുകൾ സ്ഥിരമായാൽ മാത്രമേ ഈ ഒരു സാഹചര്യം മറികടക്കാൻ പറ്റുള്ളൂ. ശരാശരി എത്ര യൂണിറ്റാണ് ഇവിടെ ഒരു ദിവസം ആവശ്യം വരാറുള്ളത്? ഇപ്പോൾ എത്ര യൂണിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് ഒരു ദിവസം ആവശ്യമായി, ഒരു ദിവസമല്ല, നമ്മളൊരു മാസത്തേക്കാണ് നമ്മളൊരു ആവറേജ് കണക്കെടുക്കുന്നത്. മാസത്തിലൊരു 1500 യൂണിറ്റോളം ബ്ലഡ് നമുക്ക് ആവശ്യമുണ്ട്. ശരാശരി കണക്കാണത്. ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും സർജറികളുടെ എണ്ണത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ക്യാമ്പുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇതിലൊരു 1000-1200 യൂണിറ്റോളം നമുക്ക് ക്യാമ്പുകൾ വഴി തന്നെ ലഭിക്കുമായിരുന്നു. ബാക്കി ഒരു 300-400 യൂണിറ്റ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ നേരെ തിരിഞ്ഞു. അപ്പോൾ നമുക്ക് ക്യാമ്പുകളിൽ നിന്ന് വളരെ കുറഞ്ഞ ബ്ലഡാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി കൂടുതൽ രക്തവും നമുക്ക് ബ്ലഡ് ബാങ്കിൽ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ നമ്മളുടെ ഒരു 1500 കളക്ഷൻ എന്നുള്ളത് ഒരു 1000-ലും താഴെ എത്തുകയാണ്. പക്ഷേ ആളുകൾ അറേഞ്ച് ചെയ്യും രക്തം. കാരണം സർജറിക്ക് രക്തം അത്യാവശ്യമാണ്, കേസുകൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആളുകൾ ഏതെങ്കിലും ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. ശരിക്കും ആളുകൾക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ ഈ ബ്ലഡ് കിട്ടാത്തതിൻ്റെ? ഉണ്ട്, ആളുകൾക്ക് ധാരാളം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അത് നേരിട്ട് നമ്മളെയും ബാധിക്കുന്നുണ്ട്. കാരണം ആളുകൾ വരും, രക്തത്തിന് എമർജൻസി ആയിട്ടാണ് വരുന്നത്. ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവില്ല. അപ്പോൾ ഒരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ കൗൺസിലർമാർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഫോൺ ചെയ്തും വിളിച്ചു വരുത്തിയൊക്കെ ഡോണേഴ്സിനെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പരിമിതികളുണ്ട്. കാരണം പെരിന്തൽമണ്ണ ഏരിയത്തെ ആളുകൾ തന്നെ ബ്ലഡ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഒരാൾക്ക് പിന്നെ 3 മാസം കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ക്യാമ്പുകൾ നടത്തുമ്പോൾ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നമ്മൾ ക്യാമ്പുകൾ നടത്തിയിരുന്നു. അപ്പോൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഈ രക്തദാനം എത്തുന്നത് വഴി കൂടുതൽ ഭാഗത്തുള്ള ഡോണേഴ്സ് വരികയാണ്. അപ്പോൾ ഈ സ്ഥിരം അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളിത് മീറ്റ് ചെയ്ത് പോന്നിരുന്നത്. സംസ്ഥാനത്തിന് ഏറ്റവും അധികം ആവശ്യം വരുന്ന അല്ലെങ്കിൽ തിരക്കുള്ളൊരു ബ്ലഡ് ബാങ്കായിട്ട് പെരിന്തൽമണ്ണയിൽ മാറിയിട്ടുണ്ടല്ലോ. അത് ഈ ഹോസ്പിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ അല്ലേ? അതെ. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സന്നദ്ധ രക്തദാനം സംഘടിപ്പിച്ചതിന് വേണ്ടിയിട്ട് നിരവധി വർഷങ്ങളിൽ അവാർഡ് ലഭിച്ചൊരു ബ്ലഡ് ബാങ്കാണ് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അത് സംസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് ഈ ഒരു പ്രതിസന്ധി കേരളം മൊത്തമുണ്ട്. പെരിന്തൽമണ്ണയിൽ മാത്രമല്ല, കേരളം മൊത്തമുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി പെരിന്തൽമണ്ണ ഒരു ആശുപത്രി നഗരമായതുകൊണ്ടും രക്തത്തിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ആ പ്രതിസന്ധി നമ്മളെ വളരെയധികം കൂടുതലായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾ കൂടുതലായിട്ട് രക്തം ഡൊണേറ്റ് ചെയ്യാൻ സന്നദ്ധരായി മുന്നോട്ട് വരണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതെ, ആളുകൾ പ്രത്യേകിച്ച് യുവാക്കൾ, കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ രക്തം ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രത്യേകിച്ച് യുവതലമുറയാണ് മുന്നോട്ട് വരേണ്ടത്. നമുക്ക് ഓരോ ഇൻഡിവിജ്വലായിട്ട് വരുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് വഴിയാണ്. മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യാമ്പിൽ തന്നെ 50-60 യൂണിറ്റ് രക്തം കളക്ട് ചെയ്യാൻ കഴിയും. അതാണ് നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. വേനൽ ചൂട് ഒരു ഘടകം തന്നെയാണ്. കാരണം ആളുകൾക്കെല്ലാം ഒരു പേടിയുണ്ട്. അതൊരു പരിധിവരെ സത്യമാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങാനൊക്കെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്.
പക്ഷേ സംഘടനകൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ നമുക്ക് മുൻകൂട്ടി ചെയ്യാൻ കഴിയും. വേനൽക്കാലത്ത് ബ്ലഡ് കൊടുത്തോണ്ട് വലിയ പ്രശ്നമുണ്ടോ? വേനൽക്കാലത്ത് ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സ്ഥിരം ബ്ലഡ് കൊടുത്താൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം വെള്ളം കുടിക്കുക, അന്നൊരു ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. അത് വേനൽക്കാലത്തായതുകൊണ്ട് അത് ഒന്നുകൂടെ നല്ല സ്ട്രിക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക, ആ ഒരു ദിവസം അധികം വെയിലൊന്നും കൊള്ളാണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് റെസ്റ്റ് എടുക്കുക. ഇത് കുറച്ചധികം ശ്രദ്ധിക്കുക. എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടലുണ്ട്. അതിനോടൊപ്പം തന്നെ സർക്കാർ ഇതര സംഘടനകളും സന്നദ്ധ സംഘടനകളൊക്കെ ഇതിൽ കുറച്ചുകൂടി ഇടപെടേണ്ടതുണ്ട്. കാരണം രക്തം ഓരോ മനുഷ്യനും എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ രക്തദാനത്തിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകലാണ് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ അത്യാവശ്യമായി വരുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.